ഹായ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ 30 ഡേയ്സ് സെൽഫ് കെയർ ചലഞ്ചിൻ്റെ ആദ്യത്തെ വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് ഹെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും തന്നെയുള്ള പ്രശ്നമാണ് ഡാൻഡ്രഫ്, മുടി പൊഴിച്ചിൽ, അതുപോലുള്ള ഫ്രിസീനെസ്, മുടി ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നമുക്ക് ഓവറോൾ കവർ ചെയ്യുന്ന എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അതിനായി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോട്ട് ഓയിൽ മസാജ് കൊടുത്തിട്ടാണ് സ്കാൽപ്പിൽ. അതിന് വേണ്ടിയിട്ട് നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കാം, വളരെ കുറച്ച് മതി. അതുപോലെ അത് നമുക്ക് ഹോട്ടായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് ബോയിൽഡ് വാട്ടർ ഒരു മഗ്ഗിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട് വെക്കാം. അതാകുമ്പം ചൂടാറിപ്പോകില്ല, തണുത്ത് പോകില്ല. നമ്മൾ പ്രൊസീജിയർ മീൻസ് സ്കാൽപ്പിലേക്ക് എണ്ണ തേക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അത്രയും നല്ല ചൂടായിട്ട് തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തണുത്ത് പോകും, വീണ്ടും വീണ്ടും ചൂടാക്കേണ്ടി വരുവേ. ഈ ഒരു പ്രൊസീജിയറിൻ്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു വട്ടം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് വീക്കിലി വൺസ് ഓർ ട്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആവുകയും നീളം വെക്കുകയും അതുപോലെ നല്ല തിക്കാവുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഹോട്ട് ഓയിൽ മസാജിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഓയിൽ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ തീയിലൊക്കെ കാണിച്ച് ഓയിൽ ഹീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ചൂടായി പോകും, അത് പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഹീറ്റിൽ തന്നെ, നമ്മുടെ ഈ ഒരു മോഡറേറ്റ് ഹീറ്റിൽ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഓയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഹോട്ട് ഓയിൽ മസാജിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും സ്കാൽപ്പിലുള്ളത്. അതുപോലെ നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ അടിഭാഗം, വേര് അല്ലേ, അത് കുറച്ചുകൂടെ നറിഷ് ചെയ്യും, കുറച്ചും കൂടെ ഹെൽത്തി ആക്കും. നമ്മുടെ മുടിയുടെ ഫ്രീസീനെസ് കുറയ്ക്കും. നമ്മുടെ മുടി ഭയങ്കര എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഒരു അതൊക്കെ കുറച്ചിട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ കുറയും, ബ്രേക്കേജ് കുറയ്ക്കും. പിന്നെ സ്കാൽപ്പിൻ്റെ ടെൻഷൻ കുറയ്ക്കും, റിലാക്സ് ആകും നമ്മുടെ ഹെഡ്, നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആകും ഈ ഒരു പ്രൊസീജിയർ ചെയ്താൽ. പിന്നെ നമ്മുടെ മൈൽഡായിട്ടുള്ള ഡാൻഡ്രഫ്, അതായത് ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫിനും മീൻസ് ഒരു റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ തേക്കുന്ന ഓയിലില്ലേ, അത് ആ ഓയിൽ ഈ ഒരു ഇച്ചിരി ഹീറ്റ് ചെയ്ത് തേക്കുമ്പം അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യൂസ് ആകും കേട്ടോ. നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലിന് പകരം സെസമി ഓയിൽ, അതായത് എള്ളെണ്ണ, ഒലീവ് ഓയിൽ, പിന്നെ അർഗൻ ഓയിൽ, അതായത് എസെൻഷ്യൽ ഓയിലാണ്, അത് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഏതെങ്കിലും നല്ല ഓയിലോ അല്ലെങ്കിൽ കാച്ചെണ്ണയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, ബെറ്ററാണ് അങ്ങനെ ചെയ്താലും. ഇത് നമ്മൾ ചൂടാക്കി ഒരു 5-10 മിനിറ്റ് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓൾ ഓവർ ദ സ്കാൽപ്പ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്തും. ഞാനിതിനകത്ത് ഒരു മസാജിങ് മെത്തേഡ് കാണിക്കുന്നുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, മുടിയുടെ റൂട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആകും, സ്ട്രോങ് ആകും. അപ്പോൾ പൊഴിച്ചിൽ കുറയും, മുടി ഇങ്ങനെ ഊരിപ്പോകുന്നത് കുറയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണ, ഈ ഓയിൽ നമ്മുടെ തലയിലൊരു 30 to 60 മിനിറ്റ്സ്, അത് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമ്മളത് വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. കഴുകിക്കളയാം, മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റ് ഇട്ട് അങ്ങനെയും കഴുകിക്കളയാം. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര ഹോട്ടായിട്ടുള്ള ഓയിൽ നമ്മുടെ തലയിലേക്ക് കോരി ഒഴിക്കരുത്, പൊള്ളിപ്പോവും. പിന്നെ നമുക്ക് ഡെർമറ്റൈറ്റിസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളോ, അത് ഓയിലി ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഇൻഫെക്റ്റഡ് സ്കാൽപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ, ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിലുകൾക്ക് എന്തെങ്കിലും അലർജി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സംഭവം ഒഴിവാക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെയുള്ള മസാജസ് നിങ്ങൾ കൊടുക്കട്ടോ. അപ്പം പിന്നെ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ തല കുനിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്ക് വരും, കുറച്ചധികം. അതും നമ്മുടെ മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്, അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അതേക്കുറിച്ച് സയൻറ്റിഫിക്കലി എനിക്കറിയില്ല, പക്ഷെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ. എപ്പോഴുമല്ല, ഞാൻ ചിലപ്പം ചെയ്യാറുണ്ട്. എൻ്റെ മുടി ട്രീറ്റഡ് ഹെയർ ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഓയിൽ തേക്കുന്നത് കൊണ്ടൊരു പ്രശ്നവുമില്ല. ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ നമുക്ക് ഓയിൽ തേക്കാൻ പറ്റും, അതുകൊണ്ട് ആ ഒരു സ്മൂത്തനിങ് എഫക്റ്റ് പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ നന്നായിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമ്മൾ സ്കാൽപ്പിൽ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിൽ ഒരിക്കലും തലയിൽ വെച്ച് കിടന്നുറങ്ങരുത്, ദിവസങ്ങളോളം വെച്ചേക്കരുത്. സ്കാൽപ്പിന് നല്ലതല്ല, അത് ദോഷമാണ് ചെയ്യാം. പണ്ടൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഓയിലിട്ട് കഴിഞ്ഞാൽ അത് കഴുകി കളയാൻ പാടില്ല എന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അത് കഴുകി കളയണം. പക്ഷേ നമ്മൾ വാഷ് ഓഫ് ചെയ്യുമ്പം അതിനുവേണ്ടി എടുക്കുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം. അതാണ് പയറുപൊടി, കടലമാവൊക്കെ യൂസ് ചെയ്താൽ സ്കാൽപ്പ് ഭയങ്കര ഡള്ളാവും. അതുപോലെ അതിൻ്റെ തരികൾ നമ്മുടെ തലയോട്ടിയിൽ മീൻസ് സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് അത് പിന്നീട് ഡാൻഡ്രഫ് ആകാനും ഇറിറ്റേഷൻ ആവാനും ഇൻഫെക്ഷൻ ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം കേട്ടോ.
അതുപോലെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഹെഡ് മസാജിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴിയിട്ട് വേണം വേറെ എന്തെങ്കിലും ടച്ച് ചെയ്യാനോ ആരുടെയെങ്കിലും തലയിലോ ദേഹത്തോ ടച്ച് ചെയ്യാനും സ്വന്തം മുഖത്തൊക്കെ ടച്ച് ചെയ്യാനും ഒക്കെ. ഡാൻഡ്രഫ് സ്വന്തം മുഖത്തായാലും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാനും പിമ്പിൾസ് വരാനും അങ്ങനത്തെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ചാൻസസ് ഉണ്ട്. അതും ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ നമ്മുടെ തലയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഓയിൽ കീപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. പാക്ക് പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു കറ്റാർവാഴയുടെ ലീഫ് ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കറ മുഴുവൻ പോകണം. കറ മുഴുവൻ പോയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇറിറ്റേഷനാവും, ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല അത് വരും. അതൊരു കറയാണ്, അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പം അത് മുഴുവൻ ഊറിപ്പോയി കഴിയുമ്പോൾ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് പീൽ ഓഫ് ചെയ്യണം. കറ്റാർവാഴയുടെ മറ്റേ ഫ്ലഷ് അത് ഞാൻ പീൽ ഓഫ് ചെയ്തിട്ട് ഒരു ഡിഷിലേക്ക് ആക്കി എടുക്കേണ്ട കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇൻഗ്രീഡിയൻസും കൂടി വെക്കുന്നുണ്ട്. അതും കൂടി വെച്ചിട്ട് നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. ഡാൻഡ്രഫിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഡാൻഡ്രഫിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കറ്റാർവാഴ, പിന്നെ കാപ്പിപ്പൊടി, പിന്നെ വേറെ ഹണിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 3ഉം നമ്മൾ എന്തിന് യൂസ് ചെയ്യണു, ഏതൊക്കെ ടൈപ്പ് സ്കാൽപ്പ് ഉള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള റീസൺ, ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ്, അതുപോലെ ടൈപ്സ് ഓഫ് ഡാൻഡ്രഫ്, അതുപോലെ നമ്മളതിനെ കളയാൻ അതിന് വേണ്ടി എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഹോം റെമഡീസ്, ഫുഡ്, സപ്ലിമെൻറ്റ്സ്, ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ ഇത് ഞാൻ എന്താ ചെയ്യണമെന്നൊന്ന് നോക്കുക. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് നേരിടാം, ഫൈറ്റ് ചെയ്യാം ഡാൻഡ്രഫിനെതിരെ. ഡാൻഡ്രഫ് 2 തരമുണ്ട്. അതായത് ഡ്രൈ ആൻഡ് ഓയിലി എന്ന് പറയും. ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവരുണ്ട്, ഓയിലി ഡാൻഡ്രഫ് ഉള്ളവരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെള്ള കളറുള്ള ചെറിയ തരികൾ, ഫ്ലേക്സ് വരും. അത് ഡ്രൈ ഡാൻഡ്രഫിനാണ്. അതേസമയം ഈ ലാർജ് ഇങ്ങനെ പൊട്ടൻ പൊളിയുന്ന പോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ പൊളിഞ്ഞു വരികയാണെങ്കിൽ അത് ഓയിലി ഡാൻഡ്രഫ് ഉള്ളവർക്കാണ് കേട്ടോ. പിന്നെ ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഈ സ്കാൽപ്പ് നല്ല തലയോട്ടിയിൽ നമ്മുടെ ഈ സ്കിന്നിൽ അത് നല്ല ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഇച്ചിങ് അത്ര ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ ഈ ഒരു സംഭവം നമുക്ക് കൂടും. അതേസമയം ഓയിലി ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഭയങ്കര എന്താ പറയുക, സ്കാൽപ്പ് എപ്പോഴും ഓയിലായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഓയിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ചൊറിച്ചിൽ കൂടും. അതാണ് ഈ 2 തരം ഡാൻഡ്രഫിൻ്റെ ലക്ഷണങ്ങളെ. പിന്നെ ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി ഉള്ള ഒരു ഈസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകും. പിന്നെ ഓവർ ഡ്രൈ സ്കാൽപ്പാണെങ്കിലും ഓവർ ഓയിലി സ്കാൽപ്പാണെങ്കിലും രണ്ടാണെങ്കിലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പിൽ ഈ ഡാൻഡ്രഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല ചൂടുവെള്ളത്തിൽ നമ്മളെപ്പോഴും തല കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പുവർ ഹൈജീൻ, നമ്മൾ തല വാഷ് ചെയ്തിരിക്കുക 1 വീക്ക് 2 വീക്കൊക്കെ വാഷ് ചെയ്തിരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്കാൽപ്പ് പിന്നെ മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, ചെളിയും ഡെഡ് സ്കിന്നും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഡാൻഡ്രഫ് ഫോം ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഹെയറിൽ ഡ്രൈ ഷാമ്പൂ, അതുപോലെ ജെല്ല്, സ്പ്രേസ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതും നമുക്ക് ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ആണ്. പിന്നെ സം കൈൻഡ് ഓഫ് സ്കിൻ ഡിസീസസ്, ചില സോറിയാസിസ്, എക്സീമ, അതുപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് എന്തായാലും തലയിലേക്കും ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ സ്ട്രെസ്സ്, നമുക്ക് ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ്ലി നമ്മൾ സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് ഡാൻഡ്രഫിനെ ബാധിക്കുന്നില്ല. സ്കാൽപ്പ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട്. അതുപോലെ ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലോ ഇൻടേക്ക് ഓഫ് സിങ്ക്, ബി വൈറ്റമിൻസ്, ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഇതിന് റിലേറ്റഡ് ആണ്. അത് ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള റീസൺ ആവുന്നുണ്ട്. അപ്പം ഇതിന് എന്തൊക്കെ ഫുഡാണ്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പം കറ്റാർവാഴ നല്ലോണം എനിക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ മിക്സിയിൽ അടിച്ചെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മിക്സിയിലോട്ട് നമ്മളിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ലൂസായിട്ട് വാട്ടറി ഒരു കൺസിസ്റ്റൻസി ആയി പോകും. ഇത് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചൊടിച്ചാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ സ്പൂൺ വെച്ച് ഉടയ്ക്കാൻ നോക്കി പറ്റിയില്ല. കൈ കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത്. ഞാൻ ഇതിന് മുന്നേ ഒക്കെ മിക്സിയിൽ അടിച്ചെടുത്തോണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ തലയിൽ നിൽക്കില്ല, ഇങ്ങനെ ഒഴുകി വരും. ഇതാകുമ്പോൾ തലയിൽ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിനുള്ളത് അബ്സോർബ് ആവുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പെട്ടെന്ന് മിക്സ് ആവില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒരു സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടും ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വിതൗട്ട് പ്രോപ്പർ ഹെയർ വാഷിംഗ് ഒന്നും ഇല്ലാതിരിക്കുകയും ഇൻഫ്രീക്വൻറ്റ് ഷാമ്പൂ വരികയും പിന്നെ
ലോങ് പീരീഡ് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ ഓയിൽ കീപ്പ് ചെയ്യുകയും ചെയ്താലും നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഡാൻഡ്രഫിനെ എന്നേക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പാക്ക് ഇടുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്താൽ പോരാ. നമ്മൾ ഉള്ളിലേക്കുള്ള ഫുഡ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാൻഡ്രഫിൽ നിന്ന് പെർമനന്റ്ലി മുക്തി നേടാൻ പറ്റും. പിന്നീട് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ കണ്ടീഷൻ നല്ലതായിരിക്കാനും ഡാൻഡ്രഫ് വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഫുഡുണ്ട്. ഇപ്പം നോൺ വെജ് ആണെങ്കിൽ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം. നട്ട്സ്, സീഡ്സ്, ഫിഷ് ഓർ എഗ്ഗ്, കേടൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേഗൻ ഫുഡ്സ് കഴിക്കണം. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, പിന്നെന്താ എക്സസൈസസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ എടുക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. ഇതൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ, ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന അലോവേര ജെൽ വന്നിട്ട് ഓയിലി സ്കിൻ ആണെങ്കിലും ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിലും ഡ്രൈ ഡാൻഡ്രഫ് ആണെങ്കിലും രണ്ടിനും നന്നായിട്ട് യൂസ്ഫുൾ ആണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട. അതേപോലെ രണ്ടാമത്തേത് കോഫി പൗഡറാണ്. കോഫി പൗഡർ വന്നിട്ട് കുറച്ച് ഒരു ഡ്രൈനെസ് തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് കോഫി പൗഡർ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്കാൽപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹണിയാണ്. ഹണി ഒരു ഗ്ലിസറിൻ റീപ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്ക് ഇൻ കേസ് അതായത് ഓയിലി സ്കിന്നുകാരാണ് ഹണി യൂസ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കേർഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് പുളിയില്ലാത്ത കേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കിന്നിനെ ഇപ്പം എന്താ പറയുക, ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടെ സൂത്തനാക്കാനായിട്ട്, സ്കാൽപ്പിൽ സൂത്തനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നെയിൽ വെച്ച് എപ്പോഴും സ്ക്രാച്ച് ചെയ്യാതിരിക്കുക. അവിടെ പിന്നെ ഒരു വോണ്ട് വന്നു കഴിഞ്ഞാൽ അതും ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുപോലെ എപ്പോഴും ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിരിക്കുക. ഹോട്ട് വാട്ടർ തലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകുമെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് കൂടുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇനി ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് നമ്മൾ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും ഇൻ കേസ് ഫുഡിൽ നമുക്ക് കിട്ടാത്ത വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയുള്ള സപ്ലിമെന്റ്സ് നിന്നാണ് എടുക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഇതൊക്കെ കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് എന്താ പറയുക, ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുള്ളൂ. ഡാൻഡ്രഫ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുള്ളൂ. വൈറ്റമിൻസും നമുക്ക് ആവശ്യമുള്ള ബോഡിയിലേക്ക് വേണ്ട എന്താ പറയുക ഘടകങ്ങളും വരാതെ നമ്മൾ പുറത്ത് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു മാംഗോ ജ്യൂസ് ഒന്ന് കുടിച്ചതാണ്. മീൻസ് ഇപ്പം മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊന്ന് കുടിച്ചതാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സ്കാൽപ്പ് ഫുള്ള് കവർ ചെയ്യുക. അതിനുശേഷം ബാക്കി ഉള്ള പാക്ക് നമുക്ക് മുടി ഫുള്ള് കവർ ചെയ്തിട്ട് കെട്ടി വെക്കാം കേട്ടോ. സ്കാൽപ്പും മുടിയും എല്ലാം ടോട്ടലി കവർ ചെയ്യണം. ഈ അലോവേര ജെല്ല് നമ്മുടെ മുടിയെ സ്മൂത്ത് ചെയ്യിക്കാനും ഷൈൻ ചെയ്യാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. നമ്മുടെ സിൽക്കി സ്മൂത്ത് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മുടിയിലെല്ലാം മീൻസ് സ്കാൽപ്പ് ആൻഡ് ഹെയർ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇനി ഫുഡിനെ കുറിച്ച് നോക്കാം. നമുക്ക് വൈറ്റമിൻ B12, സിങ്ക് റിച്ച് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ഫുഡൊക്കെയാണ് നമുക്ക് ഈ സ്കിന്നിൻ്റെ മീൻസ് ഡാൻഡ്രഫ് വരുന്നത് തടയാനുള്ള നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഘടകങ്ങൾ ഉണ്ടാകുന്നത്. മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ്. അതിൽ വൈറ്റമിൻ B12 നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിച്ചാലോ നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കിയാലോ. ഫിഷ്, അതായത് സാൽമൺ, ട്യൂണ അങ്ങനത്തെയൊക്കെ ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ B12 റിച്ച് ആണ്. പിന്നെ ചിക്കൻ, ബീഫ് ആൻഡ് ലിവർ വെരി റിച്ച് ആണ് ലിവർ കേട്ടോ. പിന്നെ എഗ്ഗ്, പിന്നെ മിൽക്ക്, യോഗട്ട് ആൻഡ് ചീസ് മിൽക്ക് പ്രോഡക്ട്സ്, പിന്നെ ഷെൽഫിഷ്, അങ്ങനത്തെ എല്ലാം കഴിക്കണം. അങ്ങനത്തെ മീൻസ് ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റ് ഔട്ട് ചെയ്തത് എല്ലാം വൈറ്റമിൻ B12 റിച്ച് ഫുഡാണ്. ഇത് എല്ലാം ഒരുമിച്ച് കഴിക്കണമെന്നല്ല, ഇതിലേതെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുത്താൽ മതി. വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സിൻ്റെ ഏറ്റവും മിനിമം ഡോസേജ് ഡെയിലി ഫോർ എ മന്ത്. ഇനി സിങ്ക് റിച്ച് ഫുഡ്സ് നോക്കാം. ഓയിസ്റ്റേഴ്സ്, ബീഫ്, ചിക്കൻ, ഫിഷ്, എഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അതായത് ചീസ്, യോഗട്ട് എല്ലാം, പംകിൻ സീഡ്സ്, കാഷ്യൂസ് ആൻഡ് ആൽമണ്ട്സ്, ചിക്ക് പീസ് ആൻഡ് ബീൻസ്, ഓട്സ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്, ഇതെല്ലാം സിങ്ക് റിച്ച് ഫുഡാണ്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വൈറ്റമിൻ B12 റിച്ച് ഫുഡും കൂടിയാണ്. അപ്പം ഇതിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് തീരെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഡോസും കാര്യങ്ങളും പിന്നെ എത്ര നാളത്തേക്ക് നമ്മൾ എടുക്കണം എന്നതൊക്കെ ഒരു ഡോക്ടർക്ക് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ.
ഇനി ഹെൽത്തി ഫാറ്റ് ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവോക്കാഡോ ഹെൽത്തി ഫാറ്റ് ഫുഡാണ്. ആൽമണ്ട്സ്, വാൾനട്ട്സ്, പിസ്റ്റാഷ്യോ, പീനട്ട്സ് ഇങ്ങനെയുള്ള ഈ നട്ട്സ് ഐറ്റംസ് എല്ലാം നമുക്ക് ഹെൽത്തി ഫാറ്റാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ബ്രെയിൻ ഫങ്ഷൻ നല്ലതാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നല്ല കൊളസ്ട്രോള്, ബാഡ് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതെല്ലാം എല്ലാം ഡാൻഡ്രഫിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫുൾ ഓവറോൾ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ സീഡ്സ് സച്ചസ് ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇതൊന്നും വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി റൊട്ടീൻ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഓയിൽ വരുമ്പോൾ ഒലീവ് ഓയിൽ വെരി ഗുഡ് ഹെൽത്തി ഫാറ്റ് ഫുഡാണ്. സ്പെഷ്യലി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ കോക്കനട്ട് ഹെൽത്തി ഫാറ്റാണ്. പിന്നെ ഫാറ്റി ഫിഷ് സാൽമൺ, സാർഡിൻസ് ആൻഡ് ഈ മത്തിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ എഗ്സ് സ്പെഷ്യലി എഗ് യോക്ക് വളരെ നല്ല ഹെൽത്തി ഫാറ്റാണ്. ഒരു കാലത്ത് പറയായിരുന്നു എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന്. ഇപ്പം അതൊക്കെ മാറി. എഗ്ഗ് കഴിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർ എഗ്ഗ് കഴിച്ചിരിക്കണം. ട്രൈഗ്ലിസറൈഡൊക്കെ കൂടുതലുള്ളവർ എന്തായാലും എഗ്ഗ് കഴിച്ചിരിക്കണം. ഞാൻ കൊളസ്ട്രോളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കതിനൊക്കെ നമ്മുടെ ഫുഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇത് എഗ്ഗ് കഴിക്കണം. ഫുൾ ഫാറ്റ് യോഗട്ട് ഓർ കേർഡ് അത് വളരെ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ കേർഡ് ആൻഡ് യോഗട്ടൊക്കെ നമ്മുടെ വെജിറ്റേറിയൻസൊക്കെ സ്ഥിരമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം, മസ്റ്റാണത്. നമുക്കിപ്പോൾ ഇതിൽ ഒമേഗ 3 നമുക്ക് ക്യാപ്സൂൾസ് കിട്ടുമല്ലോ. അതൊക്കെ ഒരു ഏജ് കഴിയുമ്പോഴൊക്കെ സ്ത്രീകളൊക്കെ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ട സപ്ലിമെൻറ്റ്സ് ആണ് ഒമേഗ 3, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് എടുക്കണം. പിന്നെ അതുപോലെ കുറേ വൈറ്റമിൻ ബി കോംപ്ലക്സ് വരുന്നുണ്ട്. മൾട്ടിവിറ്റമിൻസ് ഒക്കെ നമ്മൾ സിങ്ക്, മഗ്നീഷ്യം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഹെൽത്ത് ശ്രദ്ധിക്കാം. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ പറഞ്ഞ എല്ലാ ഫുഡും തന്നെ നമ്മളിപ്പം ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫുഡുകളെല്ലാം തന്നെ മുടിക്കും അല്ലെങ്കിൽ സ്കാൽപ്പിന് മാത്രമല്ല ഓൾ ഓവർ അവർ ഹെൽത്ത്, ഹാർട്ട്, ലിവർ, ബ്രെയിന്, സ്കിന്ന്, അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഫുഡ് നമ്മൾ എന്നും നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ എക്സസൈസസ് ചെയ്യുക, പേഴ്സണൽ ഹൈജീൻ പാലിക്കുക, ഹെയർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ വാഷ് ചെയ്യാൻ നോക്കുക. വീക്ക്ലി 2 to 3 ടൈംസ് നമ്മൾ ഇതുപോലുള്ള ഹെയർ കെയർ കൊടുക്കുക. ആ സമയത്ത് നമ്മൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കെയർ കൊടുക്കുക. അപ്പം ഹെൽത്ത് നമ്മൾ എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് എന്താ പറയുക, മെറ്റബോളിസം കറക്റ്റ് ആകുകയും ഗ്ലൂട്ടാത്തിയോൺ പോലുള്ള എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അധികം ആവുകയും അതനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൺ ആവുകയും നമ്മുടെ ഹെയർ ആൻഡ് സ്കിന്നൊക്കെ ഹെൽത്തി ആവുകയും ബ്രൈറ്റ് ആവുകയൊക്കെ ചെയ്യും. അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, പുറമേ നിന്ന് സപ്ലിമെൻറ്റ്സ് അല്ലാണ്ട്. അപ്പം നാച്ചുറലായിട്ടുള്ള ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം എങ്ങനെ വരും എന്നുള്ളതും അതിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ റിച്ച് ഫുഡ് എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതും ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇനി 30 ഡേയ്സിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം. നമ്മളല്ലാതെ വേറെ ആരാ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ളത്? നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാനും അവരെ നമുക്ക് സെർവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുപോലെ നമ്മളും പഴയതുപോലെ അല്ലല്ലോ, വീട്ടിലിരിക്കാനല്ലോ, എല്ലാവരും ഓട്ടവും എല്ലാവരും ബിസിയുമൊക്കെയാണ്. അതിനനുസരിച്ച് സ്ട്രെസ് ഉണ്ട്. അതുപോലെ മെഡിറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തവർ പോലും സെൽഫ് ഹീലിംഗ് കൊടുക്കേണ്ടത്, ഡെയിലി സെൽഫ് ഹീലിംഗ് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് മാനിഫെസ്റ്റേഷൻ എല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു ടൈമിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് റിസൾട്ട് കാണാം. ഇതാണ് നമ്മുടെ റിസൾട്ട്. നാച്ചുറലി ഞാൻ ട്രൈ ചെയ്തതാണ്. ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മൾ നല്ല തിക്കായിട്ടും നല്ല സ്മൂത്തായിട്ടും, ഞാൻ പറഞ്ഞില്ലേ ട്രീറ്റഡ് ഹെയർ ആണെന്ന്, പക്ഷേ എന്താ പറയുക, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയില്ല. നമ്മളിപ്പോൾ സ്പാ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പോലെ തന്നെ അങ്ങനെ തന്നെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും.